എല്ലാ വിഭാഗം ജനങ്ങളും വന്നെത്തി പൊങ്കാലയിടുന്ന ദിവസമാണ്. സെലിബ്രിറ്റികളുടെ വലിയ നിരയുണ്ട്. ഒപ്പം തന്നെ പരിചിതരായ ടെലിവിഷൻ താരങ്ങൾ പൊങ്കാലയിടാൻ എത്തിയിട്ടുണ്ട്. അനു ഇപ്പോൾ പൊങ്കാലയിടുന്നു. കഴിഞ്ഞ വർഷവും ഇവിടെ തന്നെ അല്ലേ പൊങ്കാല? കഴിഞ്ഞ വർഷം മരത്തിന്റെ ആലല്ലേ അത്, അതിന്റെ മുകൾ അതിന്റെ തൊട്ടടുത്തായിരുന്നു. ഇതിപ്പോ എത്രാമത്തെ തവണയാണ് പൊങ്കാലയിടാൻ വരുന്നത്? ചെറിയ പ്രായത്തിൽ മുതലേ ഇടുന്നുണ്ട്. എല്ലാ വർഷവും ഇടുന്നുണ്ട്. അമ്മയിലുള്ള വിശ്വാസം എത്രത്തോളം? അമ്മയിലുള്ള വിശ്വാസം കൊണ്ടാണ് പൊങ്കാല ഇടുന്നത്. അനു എന്ത് നിവേദ്യമാണ് അമ്മയ്ക്ക് അർപ്പിക്കുന്നത്? പൊങ്കാല, പായസമല്ല പൊങ്കാല. അമ്മയ്ക്ക് പൊങ്കാലയാണ് ഇഷ്ടമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് നിവേദ്യങ്ങളുണ്ടല്ലോ, മണ്ടപ്പുറ്റ്, തിരളി. പ്രാവശ്യം അമ്മയും ചേച്ചിയൊന്നും ഇല്ല. അപ്പോൾ അമ്മയുടെ ഫാദർ മരിച്ച ടൈം ആയതുകൊണ്ട് ഒരു മിനിറ്റ്, അതുകൊണ്ട് അമ്മയും ചേച്ചിയും ഇല്ല. അതുകൊണ്ട് ഞാനും എൻ്റെ കസിനൊക്കെ ഉള്ളു. അപ്പോൾ അവരില്ലാത്തൊരു വിഷമമുണ്ട്. അതെ, അപ്പം അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ മണ്ടപ്പുറ്റ്, തിരളി അതൊന്നും ഇല്ല. പൊങ്കാല മാത്രമേ ഇടുന്നുള്ളൂ. ഓരോരുത്തരും ഓരോ ആഗ്രഹ സബലീകരണമാണല്ലോ. അതെ, അത് ഉള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരാഗ്രഹം അമ്മയോട് പറഞ്ഞു, അമ്മ അത് സാധിച്ചു തന്നു. എല്ലാ പ്രാവശ്യവും അമ്മയുടെ ആഗ്രഹങ്ങൾ പറയാറുണ്ട്. ടെലിവിഷൻ താരമായി നിറഞ്ഞു നിൽക്കുമ്പോഴേ പുതിയ ഹൈറ്റ്സിലേക്ക് എത്താൻ അമ്മ ഒരു വലിയ അനുഗ്രഹമാണ്. ഉറപ്പായിട്ടും അത്രയ്ക്ക് വിശ്വാസമാണ് എനിക്ക് ആറ്റുമല്ല അമ്മ. പറയുമ്പോൾ തന്നെ ഭയങ്കര കണ്ണ് നിറയുന്നുണ്ട്. പക്ഷേ ഞാൻ കുറച്ചു മുമ്പ് കണ്ടത് ഇവിടെയൊക്കെ അനു ഇവിടെയെല്ലാം നടന്ന് ഒരുപാട് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അതായത് ഈ ആറ്റുകാൽ പൊങ്കാല ദിവസം അങ്ങ് എല്ലാ ആളുകൾക്കും ഇറങ്ങി നടക്കാൻ കഴിയുന്നു പറഞ്ഞാൽ ഇവരെല്ലാവരും പല ജില്ലകളിൽ നിന്ന് വന്നവരാ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറത്ത് നിന്ന് വന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ TV കൂടെ എന്നെ കാണുന്നത്. അപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷം, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുവാണ് എല്ലാവരും. അപ്പോൾ അത് എനിക്ക് ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. അത് നമ്മളെ തിരിച്ചറിയുക, നമ്മളെ ഇഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത് അവരുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ കാണുന്നത് തന്നെ. അപ്പം എല്ലാ അമ്മമാരും വന്ന് എന്താ പറയണ്ട, ഫുൾ ഫ്രീഡം കൊടുത്താണ് വന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പോയി തൊഴാൻ സാധിച്ചായിരുന്നു. തൊഴുതു ഇന്നലെ, ജസ്റ്റ് അവിടെ വരെ പോയാലും മുന്നേ പോയി തൊഴുതു നന്നായിട്ട്. ഇപ്പം ഒരുപാട് പേര് ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ എല്ലാ വർഷത്തെക്കാളും ഈ വർഷം നല്ല തിരക്കുണ്ട്. കാരണം മുന്നുള്ള വർഷങ്ങളെല്ലാം കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് ഒത്തിരി പേർക്ക് ടെൻഷനായിരുന്നു. പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ കൊറോണ ടൈം ആയതുകൊണ്ട് പുറത്തിറങ്ങാനും പൊങ്കാല പോയിടാൻ എല്ലാവരും വീടുകളിലാണ് പൊങ്കാല ഇട്ടത്. ഇപ്രാവശ്യം ആർക്കും പേടിയില്ല, കൊറോണ ഒക്കെ പോയില്ലേ, എല്ലാവരും ഹാപ്പിയാണ്. ഈ ഹാസ്യ സീരിയലിലൂടെ കുറെ കൂടി സജീവമാകുമ്പോൾ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട്? പ്രത്യേകിച്ചും ഈ നമ്മളിപ്പോ ഒരു 10 ദിവസം ഇറങ്ങി നടക്കും പോലെ, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ച് കാണും പോലെയല്ല, എല്ലാ ആളുകളെയും ഒരുമിച്ച് കാണാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ അത്? ഉറപ്പായിട്ടും ഹാസ്യം മാത്രമല്ല, ഇപ്പൊ സുരഭിശ്വാസിനിയാണെങ്കിലും ഇപ്പൊ അവര് വന്ന ഉടനെ സ്റ്റാർ മാജിക്കും സുരഭിശ്വാസിനിയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഹാസ്യം മാത്രമല്ല, അതിൽ ഇമോഷണൽ സീനും ഉണ്ട്, കുറച്ച് റൊമാൻസ് സീനുണ്ട്. എല്ലാം തികഞ്ഞത് ഒരു സീരിയലായിരുന്നു. അതിലൊരു സ്റ്റേറ്റ് അവാർഡും കിട്ടിയായിരുന്നു. അതിന്റെ സന്തോഷമാണ് ഈ പൊങ്കാല. അതെ 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 അതെ. എന്തായാലും താങ്ക് യു.